നമസ്കാരം, എല്ലാവർക്കും അഗ്രികൾച്ചറിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സോയിൽ ഇറോഷൻ അഥവാ മണ്ണൊലിപ്പ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. സോ എന്താണ് സോയിൽ ഇറോഷൻ നമുക്ക് നോക്കാം. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റാച്ച്മെന്റ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ സോയിൽ പാർട്ടിക്കിൾസ് ബൈ വിൻഡ് ഓർ വാട്ടർ. പല കാരണങ്ങൾ കൊണ്ടും സോയിൽ ഇറോഷന് സാധ്യമാവുന്നതാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് വിൻഡ് അല്ലെങ്കിൽ വാട്ടർ, മഴയോ കാറ്റോ, ഈ രണ്ട് പ്രധാന ഏജൻസ് ആണ് പ്രധാനമായും സോയിൽ ഇറോഷന് കാരണക്കാരാവുന്നത്. സോ ഇതിൻ്റെ ബേസിസിൽ ഏത് ഏജൻ്റാണോ സോയിൽ ഇറോഷൻ കോസ് ചെയ്യുന്നത് എന്ന ബേസിസിൽ നമ്മൾ രണ്ടായിട്ട് സോയിൽ ഇറോഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് വാട്ടർ ഇറോഷൻ ആൻഡ് വിൻഡ് ഇറോഷൻ. അപ്പോൾ വാട്ടർ ഇറോഷൻ അല്ലെങ്കിൽ വിൻഡ് ഇറോഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇതെല്ലാം സോയിൽ ഇറോഷൻ്റെ ഭാഗം തന്നെയാണ്. ഏത് ഏജൻ്റാണ് വിൻഡ് ഇറോഷൻ അല്ലെങ്കിൽ ഇറോഷൻ കോസ് ചെയ്യുന്നത്, സോയിൽ ഇറോഷന് കാരണമാകുന്നത് എന്നതിൻ്റെ ബേസിസിൽ മാത്രമാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ 329 മില്യൺ ഹെക്ടർ ആണ് നമ്മുടെ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ വരുന്നത്. സോ അതിനകത്ത് ഏകദേശം 162 മില്യൺ ഹെക്ടർ, ഏകദേശം പറഞ്ഞാൽ 50% കൂടുതൽ, പകുതിയിലധികം ഏരിയ, ഇന്ത്യയിലെ പകുതിയിലധികം ഏരിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രീതിയിലുള്ള സോയിൽ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷന് ഭാഗമാണ്. സോ ഇതിനകത്ത് തന്നെ ഏകദേശം 144 മില്യൺ ഹെക്ടർ ഈസ് പ്രോൺ ടു വാട്ടർ ഇറോഷൻ. അതായത് മൊത്തം 162 മില്യൺ ഹെക്ടർ ഏതെങ്കിലും തരത്തിലുള്ള ഡിസിൻറ്റഗ്രേഷൻ, മണ്ണ് ഏതെങ്കിലും തരത്തിലുള്ള ഡിസിൻറ്റഗ്രേഷന് കാരണമാകുമ്പോൾ അതിനകത്ത് 144 മില്യൺ ഹെക്ടർ വാട്ടർ ഇറോഷന് അല്ലെങ്കിൽ സോയിൽ ഇറോഷന് പ്രധാനമായിട്ടും ഭാഗമാവുകയാണ്. ആദ്യമായിട്ട് ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള വോളിനി ആണ് സോയിൽ ഇറോഷനെ കുറിച്ച് അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു സ്റ്റഡി നടത്തുന്നത്. സോ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഒരു സോയിൽ ഇറോഷനെ 3 സ്റ്റെപ്പുകളായിട്ട്, അതിൻ്റെ പ്രോസസ്സിനെ 3 സ്റ്റെപ്പുകളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കൂ, ഡിറ്റാച്ച്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെപ്പോസിഷൻ. ഡിറ്റാച്ച്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെപ്പോസിഷൻ. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് പ്രതലത്തിലാണോ മണ്ണുള്ളത് അവിടെ നിന്ന് ഈ പറയുന്ന വിൻഡ് അല്ലെങ്കിൽ വാട്ടർ ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന ഒരു ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് ആ പൊസിഷനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യപ്പെടുന്നു. അതാണ് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സോയിൽ ഇറോഷൻ. സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള പാർട്ടിക്കിൾസ് എന്താണ്? ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതും ഈ പറയുന്ന വിൻഡ് അല്ലെങ്കിൽ വാട്ടർ, ഈ രണ്ട് ഏജൻസ് കൊണ്ടായിരിക്കും വീണ്ടും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷനെ പറയാം. തേർഡ് സ്റ്റെപ്പ് നോക്കൂ, അതായത് ഡിറ്റാച്ച് ചെയ്യപ്പെട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ പർട്ടിക്കുലർ സോയിൽ പാർട്ടിക്കിൾസ് എവിടെയാണ്? വേറൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. സോ ബേസിക്കലി ഡിറ്റാച്ച്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെപ്പോസിഷൻ ആർ ദ 3 ബേസിക് സ്റ്റെപ്സ് ഇൻ സോയിൽ ഇറോഷൻ. സോ എന്താണ് സോയിൽ ഇറോഷൻ നമ്മൾ മനസ്സിലാക്കി. എത്ര ഏരിയ, ഹൗ മച്ച് ഏരിയ ഈസ് കറൻ്റ്ലി അണ്ടർ സോയിൽ ഇറോഷൻ അല്ലെങ്കിൽ പ്രോൺ ടു സോയിൽ ഇറോഷൻ. അതുപോലെ തന്നെ ദ ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ ദ മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സോയിൽ ഇറോഷൻ, ദാറ്റ് ഈസ് detachment, transportation and deposition. Thank you.